Okay, next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊണ്ടക്കർ മെത്തേഡ് ഫോർ നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഇൻ 2 വേരിയബിൾ ആൻഡ് 2 കൺസ്ട്രെയിൻറ്റ്സ്. അപ്പോൾ ഓൾറെഡി 2 വേരിയബിൾ 1 കൺസ്ട്രെയിൻറ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് 2 കൺസ്ട്രെയിൻറ്റ് വരുന്ന പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് തന്നെ നോക്കാം. നമ്മൾ കണ്ടീഷൻസ് ഓൾറെഡി നേരത്തെ എഴുതിയിരുന്നല്ലോ. എത്ര ഇക്വേഷൻസ് വരും? ടോട്ടൽ 7 ഇക്വേഷൻസ് വരും. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് നോക്കാം. Okay, using Kondaker condition, solve the following. Maximize z equal to 10x1 plus 10x2 minus x1 square minus x2 square subject to x1 plus x2 less than or equal to 8 and minus x1 plus x2 less than or equal to 5. നോക്കിയ ഇവിടെ 2 കൺസ്ട്രെയിൻസ് ഉണ്ട്, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ഉണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 കൺസ്ട്രെയിൻറ്റ് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആ കണ്ടീഷൻസ് ഏതാണെന്നുള്ളത് ജനറൽ കണ്ടീഷൻസ് ആദ്യം അങ്ങ് എഴുതി വെക്കുക. കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ദോ എൽ ബൈ ദോ x1 ഈക്വൽ ടു 0, ദോ എൽ ബൈ ദോ x2 ഈക്വൽ ടു 0, λ1 h ഈക്വൽ ടു 0, λ2 g ഈക്വൽ ടു 0, h ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, g ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ദെൻ x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ആൻഡ് ഇവിടെ മാക്സിമൈസ് ഇസഡ് എന്നായതുകൊണ്ട് λ1ഉം λ2 എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമായി 7 ഇക്വേഷൻസും കണ്ടീഷൻസും അങ്ങ് സ്റ്റേറ്റ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് എൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതണം. എൽ എന്തായിരുന്നു? ഇസഡ് മൈനസ് λ1h മൈനസ് λ2 g ആണ്. അപ്പോൾ ഇസഡ് നമ്മൾ അതേപടി എഴുതി, മൈനസ് λh എഴുതി, മൈനസ് λ2 g എഴുതി. ഓക്കെ, ഇനി അതിൽ എച്ച് എന്താണെന്നും കൊടുത്തു, ജി എന്താണെന്ന്. എച്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ് ഈക്വൽ ടു കൊടുത്തെഴുതുക, ജി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റും എഴുതുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ കണ്ടീഷൻസും എഴുതാം. ആദ്യത്തെ കണ്ടീഷൻ ദോ എൽ ബൈ ദോ x1 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ 10 മൈനസ് 2x1 മൈനസ് λ1 പ്ലസ് λ2 ഈക്വൽ ടു 0 എന്നിട്ട് അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അടുത്ത ദോ എൽ ബൈ ദോ x2 എന്ന് പറയുമ്പം 10 മൈനസ് 2x2 മൈനസ് λ1 മൈനസ് λ2 ഈക്വൽ ടു 0 കിട്ടും. അടുത്തത് λ1 h ഈക്വൽ ടു 0. അപ്പോൾ λ1 ഇൻറ്റു എച്ച് എന്താ പറയുക? x1 പ്ലസ് x2 മൈനസ് 8 ഈക്വൽ ടു 0. അടുത്തത് λ2 g എന്ന് പറയുമ്പോൾ λ2 ഇൻറ്റു മൈനസ് x1 പ്ലസ് x2 മൈനസ് 5 ഈക്വൽ ടു 0 കൊടുത്തു. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, അപ്പോൾ അത് കൊടുത്തു. അടുത്തത് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 കൊടുത്തു. ആൻഡ് ലാസ്റ്റ് കണ്ടീഷന് നമ്മൾ അതേപടി സ്റ്റേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, λ1 λ2 രണ്ട് വാല്യൂസ് ഉണ്ട്. അത് രണ്ടുപേരും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താ? നമുക്ക് 4 കേസസ് വരും. അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് λ1 λ2 രണ്ടുപേരും 0 ആവാം. അടുത്ത λ1 0 ആവാം ആൻഡ് λ2 നോട്ട് ഈക്വൽ ടു 0 ആവാം. ആൻഡ് തേർഡ് കേസ് എന്ന് പറയുന്നത് λ1 നോട്ട് ഈക്വൽ ടു 0 ആൻഡ് λ2 ഈക്വൽ ടു 0 ആവാം. ആൻഡ് ഫോർത്ത് കേസ് എന്ന് പറയുന്നത് രണ്ടുപേരും നോൺ 0 ആവാം. അപ്പോൾ ഈ 4 കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് നോക്കുക. λ1 ഈക്വൽ ടു 0 ആൻഡ് λ2 ഈക്വൽ ടു 0. അപ്പോൾ λ1 λ2 0 ആയാൽ നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10 മൈനസ് 2x1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x1 ഈക്വൽ ടു 5 കിട്ടും. ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 10 മൈനസ് 2x2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x2 ഈക്വൽ ടു 5 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ x1ൻ്റെ x2ൻ്റെയും വാല്യൂ ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വാല്യൂ പോസിബിൾ ആണോ നോക്കാനായിട്ടാണ് നമ്മുടെ ലാസ്റ്റത്തെ 3 കണ്ടീഷൻസ് 5, 6, 7. അപ്പോൾ ഇക്വേഷൻ നമ്പർ 5ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 5ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം x1 പ്ലസ് x2 മൈനസ് 8 എന്താവണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പക്ഷെ നോക്കിയാൽ നമുക്ക് എന്താ കിട്ടുന്നത്? x1 പ്ലസ് x2 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 5 10 ആവും. 10 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 2 ആണ്, വിച്ച് ഇസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ പോസിബിൾ ആവുമോ? ഇല്ല. അതുകൊണ്ട് ഇക്വേഷൻ 5 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ വാല്യൂസിനെ റിജക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കാം. അടുത്ത λ1 ഈക്വൽ ടു 0 ആവാം ആൻഡ് λ2 നോട്ട് ഈക്വൽ ടു 0 ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻസ് നോക്കാം. ഫസ്റ്റ് ഇക്വേഷനകത്ത് λ1 0 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 10 മൈനസ് 2x1 പ്ലസ് λ2 ഈക്വൽ ടു 0. അടുത്ത സെക്കൻഡ് ഇക്വേഷന് കൊടുക്കുമ്പോൾ 10 മൈനസ് 2x2 മൈനസ് λ2 ഈക്വൽ ടു 0. ആൻഡ് അടുത്ത എന്താ? λ1 ഈക്വൽ ടു 0 അല്ലേ? അടുത്ത ഇക്വേഷൻ എന്ത് കിട്ടും? λ2 നോട്ട് ഈക്വൽ ടു 0 ആണ്. λ2 നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്കറിയാമല്ലോ അടുത്ത എന്ത് വരും?
-x1 + x2 -5 എന്ന് പറഞ്ഞ് =0 ആയേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് കിട്ടി? 3 ഇക്വേഷൻസും ഉണ്ട്, 3 അൺനോൺസും ഉണ്ട്. കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 = 2.5 കിട്ടും ആൻഡ് x2 = 7.5 കിട്ടും. ഇനി ഈ ഇക്വേഷൻ നമ്മൾ നമ്മൾ കണ്ടീഷൻസ് x1 x2ൻ്റെ വാല്യൂ ആയി നമുക്ക് ഇനി കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. അപ്പോൾ 5th കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x1 + x2 -8 എന്ന് പറയുമ്പോൾ അത് നമുക്ക് 2 എന്നാണ് കിട്ടുന്നത്, വിച്ച് ഈസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ആ കേസ് നമ്മൾ റിജക്റ്റ് ചെയ്തു. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് λ1 ≠ 0 ആൻഡ് λ2 = 0 കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്താവും? 10 - 2x1 - λ1 = 0 ആവും. അടുത്ത 10 - 2x2 - λ1 = 0 ആവും. ആൻഡ് നമ്മുടെ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് x1 + x2 - 8 = 0 ആണ്. ഇവിടെ 3 ഇക്വേഷൻസ് ആൻഡ് 3 അൺനോൺസ് ആണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 = 4, x2 = 4 ആൻഡ് λ1 = 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം 5th കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x1 + x2 - 8 എന്ന് പറയുമ്പോൾ 4 + 4 - 8 വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്തു. ഇക്വേഷൻ നമ്പർ 6ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -x1 + x2 - 5 = -5 എന്ന് കിട്ടും. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അത് സാറ്റിസ്ഫൈ ചെയ്തു. ആൻഡ് 7th ഇക്വേഷൻ എന്ന് പറയുന്നത് x1, x2 പോസിറ്റീവ് ആണെന്ന് നോക്കണം. അപ്പോൾ x1 x2 4 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 3 കണ്ടീഷൻസ്, ലാസ്റ്റത്തെ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് ആൻഡ് λ1 λ2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരുന്നു. നമുക്ക് മാക്സിമൈസ് ചെയ്യാനല്ലായിരുന്നു. അപ്പോൾ z മാക്സിമം എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫംഗ്ഷൻ എന്തായിരുന്നു? 10x1² ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 × x1. അപ്പോൾ 10 × 4 + 10 × 4 - x1² - x2². അത് കിട്ടുമ്പോൾ നമുക്ക് 48 എന്ന് കിട്ടും. അപ്പോൾ മാക്സിമം വാല്യൂ കിട്ടി. ഇനി അടുത്ത കേസ് 4 ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമുക്ക് 4 കണ്ടീഷൻസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു കേസ് മാത്രമേ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. ബാക്കി എല്ലാ കേസസും എന്താവും? റിജക്റ്റ് ചെയ്തു പോകും. പക്ഷേ എങ്കിലും നമ്മൾ 4 കേസസും പ്രോബ്ലം ചെയ്യുമ്പോൾ എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പോൾ 4 കേസിന് മാർക്കുണ്ടാവും. അപ്പോൾ 3rd കേസിൽ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടിയാലും 4th കേസ് നിങ്ങൾ വെറുതെ കളയരുത്. ആ പോസിബിലിറ്റിയും കൂടെ എഴുതി വെച്ചിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി 4th കണ്ടീഷൻ എന്ന് പറയുന്നത് λ1 ≠ 0 ആൻഡ് λ2 ≠ 0 ആണ്. അപ്പോൾ λ1 ≠ 0, λ2 ≠ 0 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ ഈ ഇക്വേഷൻ, ഈ 2 ഇക്വേഷൻ നോക്കുക. ഇത് രണ്ടും ≠ 0. λ1 λ2 ≠ 0 ആണെങ്കിൽ ഈ ബാക്കി വരുന്ന 2 പേര് =0 ആയി പറ്റത്തുള്ളൂ. അപ്പോൾ ആ 2 ഇക്വേഷൻസ് അവിടെ കൊടുക്കുക. അത് നമ്മൾ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പം x1 = 1.5 കിട്ടും, x2 = 6.5 എന്നും കിട്ടും. ഓക്കെ, നമുക്ക് λ1 λ2ൻ്റെ വാല്യൂ അറിയത്തില്ലേ, ≠ 0 എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി 5th കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 0 കിട്ടും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്തു. 6th കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും സാറ്റിസ്ഫൈ ചെയ്യും. ആൻഡ് 7th കണ്ടീഷനിൽ x1ഉം x2ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അത് ഓക്കെ. പക്ഷേ λ1ൻ്റെയും λ2ൻ്റെയും വാല്യൂ നമുക്ക് കിട്ടിയോ? ≠ 0 എന്നുള്ളൊരു കൺസെപ്റ്റേ നമ്മുടെ അടുത്തുള്ളൂ. വേണമെങ്കിൽ അത് പോസിറ്റീവ് ആവാം, വേണമെങ്കിൽ നെഗറ്റീവ് ആവാം. സോ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. നമുക്ക് x1ൻ്റെ x2ൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ. ആ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷനിൽ ഈ x1 x2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് λ1ലും λ2ലുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടി, -λ1 + λ2 = -7 എന്ന് കിട്ടി. സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് -λ1 -λ2 = 3 എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് 2 ഇക്വേഷൻസ് ഇൻ 2 അൺനോൺസ് ആണ്. കാൽക്കുലേറ്ററെ സോൾവ് ചെയ്യുമ്പം λ1 = 2 എന്നും കിട്ടി ആൻഡ് λ2 = -5 എന്നും കിട്ടി. നോക്കിയേ, λ2 എന്ന് പറയുന്നത് -5 ആണ്, നെഗറ്റീവ് വാല്യൂ. അങ്ങനെയായിരുന്നു നമ്മുടെ 7th കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ λ1ഉം λ2ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയി പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം നെഗറ്റീവ് കിട്ടിയുണ്ട്, അത് നോട്ട് സാറ്റിസ്ഫൈഡ് ആണ്. സോ ആ കണ്ടീഷൻ നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ z മാക്സിമം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച 48 എന്നുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് 2 വേരിയബിൾസ് ആൻഡ് 2 കൺസ്ട്രെയിൻറ്റ് വരുന്ന സൊല്യൂഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കുണ്ടക്കർ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ മെത്തേഡ്. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. എസ്എ പാർട്ടിലായിരിക്കും വരുന്നത്. ഓക്കെ, താങ്ക് യു.